ഹലോ SN ബ്ലോഗ് കേറ്റിങ്ങിലോട്ട് സ്വാഗതം. ഞാനിപ്പം എൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ സൈറ്റിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വണ്ടി ഞാൻ ഇപ്പം പോകും, എന്നിട്ട് സൈറ്റിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. മഴയാണ്, നല്ല മഴയാണ്. ഹായ്, അങ്ങനെ ഞാൻ സൈറ്റിൻ്റെ വീട്ടിൽ വന്നു. ചെറിയൊരു മഴയുണ്ട്, എന്നാലും പോണം അല്ലേ? ഹായ്, ഞങ്ങളിന്ന് കുട്ടിക്കാനത്തേക്കാണ് പോകുന്നത്. ചെറിയ മഴയുണ്ട്, എന്നാലും ഞങ്ങൾ പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചേക്കാണ്. മഴയത്ത് പോകാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് റൈഡ് തുടങ്ങാം. നിങ്ങളും പോരും, നമുക്കങ്ങ് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ് കേട്ടോ. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ അത്. പിന്നെ ഞങ്ങളുടെ ഒരു പള്ളിയുണ്ടേ. പള്ളി ഇതുണ്ടോ, അടിപൊളി പള്ളിയാണ്, പള്ളിപ്പുറം പള്ളി. അങ്ങനെ നമ്മൾ 4 മണിക്കാറ്റിലെത്തി. 4 മണിക്കാറ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 4 മണിക്കാറ്റിലെത്തി. 4 മണിക്കാറ്റിലൊന്നും ആരുമില്ല, രാവിലെ എല്ലാം തുടങ്ങി വരുന്നേ ഉള്ളൂ. ഹായ് ഗായ്സ്. നല്ല ഭംഗിയുണ്ടല്ലേ? ഇപ്പോൾ പാമ്പാടി വരെ എത്തി. പാമ്പാടി എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് മുണ്ടക്കായം പോയിട്ട് വേണം പോകാനായിട്ട്. ചെറിയ രീതിയിൽ മഴയുണ്ട്, വലിയ എഫക്റ്റീവ് അല്ല, എന്നാലും മഴയുണ്ട്. ഞങ്ങൾക്കാണ് വിശക്കുന്നു. രാവിലത്തെ ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പോകും. സംഘം, ഹോട്ടൽ സംഘം. ട്രിപ്പ് പോകുമ്പോൾ നമ്മളിവിടെ അങ്ങനെ ഞങ്ങൾ സംഘം ഹോട്ടലിൽ ഒപ്പം മുട്ടക്കറി, റൈസാണെങ്കിൽ പൊറോട്ട നമ്മുടെ മെയിൻ സാധനം, പൊറോട്ടയും മുട്ടക്കറി. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ കയറാറുണ്ട്. നല്ല കടയാണ്. ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്തു, കുറച്ച് മാറ്റമൊക്കെ വന്നു. അങ്ങനെ നമ്മൾ മുട്ടയും പൊറോട്ടയും കൂടെ എടുക്കുക, ഇതിങ്ങനെ മിക്സ് ചെയ്യുക. രാവിലെ അന്തസ് പോവുക. ഒരു കട്ടൻ ചായ കൂടി അടിച്ചാൽ ഓക്കെ. മഴ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ഇച്ചിരി അല്ല, നല്ല രീതിക്ക് കുറവുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറവായിരുന്നു, കോട്ടൊക്കെ ഊരി ഫ്രഷായിട്ട് പോകാമായിരുന്നു. കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള ക്ലൈമറ്റ് റൈഡ് പോകുന്നല്ല, ഈ ചൂടത്ത് പോകുന്നതിനേക്കാളും നല്ല മഴയത്ത് പോകാനായിട്ട്. റൈഡ് പോകുന്നല്ല. അങ്ങനെ നമ്മൾ വഴി തിരിയുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. കുമളിയിലോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തോട്ട്, കട്ടപ്പന, കുമളി, ആ റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ലെഫ്റ്റ് തിരിഞ്ഞു, ലെഫ്റ്റ് നമ്മൾ തിരിഞ്ഞു. ഞങ്ങളിപ്പം കാഞ്ഞിരപ്പള്ളിയിലാണ്. നല്ല മഴയാണ് കേട്ടോ, ഒടുക്കത്തെ മഴയാണ്. കോട്ട് ഇട്ടിട്ടും അകത്ത് നനയും, ഫുള്ള് നനയും. എന്നായാലും ഞങ്ങളിപ്പോൾ കാഞ്ഞിരപ്പള്ളി അങ്ങനെ എത്തി. മഴ നല്ലപോലെ ഉണ്ട്. കുട്ടിക്കാനം ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് ഇറങ്ങിയതാണ്. ഇപ്പോൾ എങ്ങനെയാവും എന്നറിയത്തില്ല, നമുക്ക് നോക്കാം മഴയുടെ ഇതനുസരിച്ച്. എന്തായാലും ഞങ്ങൾ കുട്ടിക്കാനം, പാഞ്ചാലിമേടും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങാനുള്ള പരിപാടി. കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു, അതെല്ലാം ചീറ്റി പോയോ ഒന്നും അറിയത്തില്ല. മഴ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കാണാം. പൈനാപ്പിള് വെള്ളമെടുത്തിട്ട് അവരത് വണ്ടിയിലോട്ട് അടുക്കുന്നതാണ്. ഇതുണ്ടോ പൈനാപ്പിൾ. ഞങ്ങൾ വരുന്ന വഴി ഇപ്പം ഒരു കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ നിർത്തിയതാണ്. മഴയത്ത് നല്ല രസമുണ്ടല്ലേ? ഇത് മൊത്തം അടിക്ക് ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുപോകായിരുന്നു. എന്നാ വില ചേട്ടാ? 200. നമ്മളിവിടെ 200. ബാക്കി ഇങ്ങോട്ടൊക്കെ വ്യൂ ഒക്കെ അല്ലേ? ഇതാണ് മുണ്ടക്കയം. ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന് മുങ്ങിപ്പോയ പാലായത്. അതുകൊണ്ട് അത്രയും വെള്ളം കിടക്കുന്ന, ഇത്രയും വെള്ളം പൊങ്ങി വന്ന് ഇത് മുങ്ങിപ്പോണ എന്നാ വലിയ ഒരു വെള്ളപ്പൊക്കമായിരുന്നു ആ സമയത്ത്. അയ്യോ. കുട്ടിക്കാനം 21. അതിനപ്പുറത്ത് താഴോട്ടുള്ള വഴിയില്ലടാ, അതാണ് വള്ളിയങ്കാവിലോട്ട് പോകുന്ന വഴി. ചെറിയ രീതിയിൽ പോകണ്ടല്ലേ? ചെറിയ രീതിയിൽ പോകണ്ടല്ലേ?
ഓക്കെ നല്ല ഭംഗി. ഇതുണ്ടോ വേണ്ടത്? ഇതന്നെ ഹെയർ പിൻ പോലെ വേണ്ട തോന്നുന്നു അല്ലേ? അടിപൊളി അടിപൊളി. ഇന്ന് നമ്മൾ വന്നില്ലെങ്കിൽ മിസ്സായന മോനെ. മഴയാണേലും വന്ന അല്ലേ? പിന്നെ വൈബാ. വാവ്, ഇപ്പം മഴ കുറവുണ്ട്, നല്ല സീനറിയാണ്. ബ്രേക്ക് ഡൗൺ അല്ല, ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് അതെ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അടുത്താണ്ട് കുഴപ്പമില്ല. പാഞ്ചാലിമേട് 4.5 കിലോമീറ്റർ. യാത്ര മനസ്സിനൊരു ടെൻഷൻ കുറയ്ക്കും, സ്ട്രെസ് റിലീഫ് ആവും, ഒഴിവാക്കി നമ്മളെ പോസിറ്റീവ് എനർജി ആക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ ചിലവിലാണെങ്കിലും യാത്ര ചെയ്യണം. സമയമില്ലെന്നും പറഞ്ഞ് നോക്കിയിരുന്നൊരു കാര്യമില്ല. എത്ര തിരക്കാണേലും അതിനുള്ള സമയം കണ്ടെത്തണം. നമ്മുടെ സന്തോഷ് കുളങ്ങര സാറാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ സന്തോഷ് കുളങ്ങര സാറ് പറഞ്ഞ പോലെ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് പല പല സ്ഥലങ്ങളിലോട്ട് പോകണം. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു ബസ്സേ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ പോലെ. അതായത് പല പല സ്ഥലങ്ങളിലോട്ട് പോയാലേ ഉള്ളൂ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. തിരിച്ച് ആ ബസ് വന്ന് നമ്മൾ തിരിച്ച് കയറി പോകുന്നിടം വരെ നമ്മുടെ ലൈഫ് ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് കയറാന്ന് ഓർത്താ. ഒരു ചേച്ചിയുടെയും ചേട്ടൻ്റെയും കടയുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ ബാഗൊക്കെ വെച്ചേ. ചേച്ചിയോട് ഞങ്ങൾ ചോദിക്കുമായിരുന്നു പാഞ്ചാലിമേട് എന്നാന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചേച്ചി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. നല്ല തണുപ്പ് കട്ടൻ ചായ. ചായ കുടിക്കാൻ വേണ്ടി ഇത്രയും കിലോമീറ്റർ അല്ലേ? അല്ല മനോജേ, നല്ല തിരക്കുണ്ടല്ലോടാ. സൈത്തിൻ്റെ കുട്ടിക്കളി മാറിയില്ല. മനോജ് ചായയും കുടിച്ച് നിൽപ്പുണ്ട് ഇവിടെ. മഴ പോയി, എന്നാലും തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. ഇതാണ് പാഞ്ചാലിമേടിൻ്റെ എൻട്രി. കാറ്റാടി ഇവിടുത്തെ ട്രെൻഡ് കേട്ടോ. കറങ്ങുന്നില്ലല്ലോ മനോജ്. കറങ്ങാൻ തുടങ്ങി. രസമുണ്ട് കേട്ടോ കാറ്റാടി. മനോജ് നിനക്ക് തണുക്കുന്നില്ലടാ ഈ കൈയില്ലാത്ത ബെന്നിനെ കേട്ടിട്ട്? നമ്മൾ കുറേ തണുപ്പൊക്കെ കൊണ്ടുപോയിട്ടുള്ള. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട് എത്തി. ഇതാണ് പാഞ്ചാലിമേടിൻ്റെ എൻട്രി. ഇന്ന് അങ്ങോട്ട് കയറാം. ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. 15, 25, അഡൽസ് 25. ഓ അടിപൊളിയാണ് കേട്ടോ പാഞ്ചാലിമേട്. സൂപ്പറാട്ടോ. ഇതുണ്ടോ ബാഗ്? അടിപൊളിയാണ്. ടിക്കറ്റ് എടുക്കാം. എത്ര സൈറ്റ്? 50 രൂപ. 50 രൂപ 2 പേർക്ക് അല്ലേ? ആ, ഒരാൾക്ക് 25 രൂപ. പാഞ്ചാലിമേട് പൊളിയാ. സത്യം പറഞ്ഞാൽ അടിപൊളിയാ കേട്ടോ. ഒന്നും പറയാനില്ല. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ ഹിസ്റ്ററി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ വിക്കിപീഡിയയിലും നോക്കിയില്ല. ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞാണ്. ആനേ ദാഹജലം തരുമോ? ഞാനുടെ തുമ്പിക്കൈക്കാന്ന് വെള്ളം വരും. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയാ. മൊത്തം ഫോഗ, ഒന്നും കാണാൻ പറ്റില്ല. അന്യായ ഫോഗ.
പാഞ്ചാലിമേട് ശകലം ഉള്ളിൽ കയറിയപ്പോൾ നല്ല മഴ. ഞങ്ങളത് വോട്ട് വാങ്ങി. പെട്ടു നല്ലപോലെ പെട്ടു. എന്നിട്ട് ഇവിടുന്നതാ വോട്ട് വേണ്ടി 200 രൂപ 100 ഇത് മറ്റേ ഗാർബേജിന്റെ കവർ പോലെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കാണിക്കുന്നത്. നല്ല പോകുന്നത് മഴയുണ്ട്. ഇതുണ്ടോ അവിടെ അടിപൊളിയാട്ടോ. ഒരു പീഠം പോലെ മഴ. നല്ല പണി തന്നെയാണ് കിട്ടി. അടിപൊളി മഴയാണ്. സൂപ്പറാട്ടോ. നല്ല മഞ്ഞ അല്ലേ? നല്ല ഫോഗുണ്ട്. മൊത്തം ഫോഗാണ്. ഈ ക്ലൈമറ്റ് അടിപൊളിയാണ് അവിടെ. ഓ അങ്ങോട്ട് ട്രെക്കിങ് പോലെ ഉണ്ട് കേട്ടോ. അവൻ മലയുടെ മേളിൽ കയറാൻ വേണേ അവിടെ. അതുണ്ടോ മഴ വന്ന പോപ്പി കുടയില്ലാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ കോട്ട് മേടിച്ചു. കോട്ട് കൂടാ എല്ലാം പച്ച മഞ്ഞ. ഇപ്പൊ പോക് മാറിയല്ലേ. എന്നാൽ ഈ കമ്പനിക്ക് നല്ല ലാഭം അല്ലേ? കോട്ടുമായിട്ട് ഇവിടെ വന്നിരുന്നാൽ മതി. കുറേ പൈസ ഉണ്ടാകും. അടിപൊളിയല്ലേ? നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ കാണത്തില്ലേ? അതുപോലെ കളർ വെച്ച കോഴിക്കുഞ്ഞ് അതുപോലെ ആണെ പോകുവാണ്. പിന്നെ പോകുവാണ്. എല്ലാവർക്കും കോട്ട് പോയി. അതെ അതെ. ഇപ്പോൾ കുടയുടെ കാലം കഴിഞ്ഞു. കുട ഉണ്ടായിട്ടും കാര്യമില്ല. കുട ഉണ്ടായാലും നനയും. ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ നനയാതിരിക്കും. മനോജേ ചോപ്പെത്താറായി. ആ കയറിക്കൊണ്ടിരിക്കുക. നല്ല കയറ്റം അല്ലേ? കയറ്റം വലിയ കയറ്റമൊന്നുമില്ല. എന്നാലും ക്ലൈമറ്റ് എല്ലാം സൂപ്പർ. ഇതെന്താ മഴ ഇടയ്ക്കിടയ്ക്ക് ചതിക്കും. അതെ. ഇടയ്ക്ക് മഴ വരും. ഞങ്ങളെ ഷൂ നനയ്ക്കും. പിന്നെ ഞങ്ങളെ കൊണ്ട് കോട്ട് വാങ്ങിപ്പിക്കും. ഇതൊക്കെ മഴയുടെ വരിക. ആ നല്ല കാറ്റ്. സൂപ്പർ ക്ലൈമറ്റ് ചേഞ്ച് ആയി. സൂപ്പർ കാറ്റ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു വീട്ടിലൂണ് കണ്ടു. നാരായണ ഞങ്ങളിപ്പം മുറിഞ്ഞപുഴയാണ്. നമ്മുടെ പാഞ്ചാലിമേടിയിൽ നിന്ന് താഴോട്ടിറങ്ങിയ സ്ഥലത്ത്. അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ഹോട്ടൽ, നാരായണ എന്ന ഹോട്ടലിൽ നല്ല ഫുഡ് അവിടെ. അപ്പോൾ അതൊന്ന് കാണിക്കണം. സൂപ്പർ നല്ല സൂപ്പർ ഊണ് എല്ലാം സൂപ്പർ. ഇതൊരു മീനും മേടിച്ചു. എല്ലാം നല്ല ഇതാണ്. ഞാനിപ്പോൾ കഴിയാറായി. അതുപോലത്തെ സൂപ്പർ ഊണാണ്. ഐറ്റംസ് ഒക്കെ അടിപൊളി. നല്ലൊരു സീനാണ്. പലപ്പോഴും കുരങ്ങന്മാരുണ്ടല്ലോ.
നമ്മൾ കുട്ടിക്കാനത്തെ ഭരണകൂടം വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാട്ടോ, നല്ല രീതിയിൽ വെള്ളം, നല്ല ക്ലിയർ വെള്ളമാണ്. ഇടയ്ക്ക് വന്നപ്പോൾ ഇന്നാൾ വന്നപ്പോഴത്തേക്ക് മഴയില്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും ഇല്ല. അപ്പോൾ അടിപൊളിയാണ്. അടിയാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് പോകെ അല്ലേ? എത്ര നേരം വണ്ടിയുടെ പുറത്ത് കിടന്ന് ഇമാര് കിടന്ന് അലമ്പുണ്ടാക്കുന്നു. അലമ്പ കേട്ടോ. എല്ലാവരും അവരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നത്. കേരളത്തിന് വെളിയിൽ നിന്നുള്ള കുറേ ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ആണോ ഇമാര് അലമ്പ കേട്ടോ മൊത്തത്തിൽ. അപ്പുറത്ത് വഴിയുണ്ടോ? ഈ വീട് എങ്ങനെ സൂപ്പർ അല്ലേ? സൂപ്പർ വീടാ കേട്ടോ, അടിപൊളി. അവിടെയാ സ്ഥലം. അതിന് ഇങ്ങോട്ട് കയറ്റി നോക്കാമല്ലോ. ഉണ്ടാവുന്നുണ്ടോ അവിടെ ഇതുണ്ടാവും. എടാ നമ്മൾ ഓർക്കുന്നില്ലടാ, നീ ഒരു ഗ്ലാസ് വെച്ച് ഫോട്ടോ എടുത്ത് ഗ്ലാസ്സിന് ചില്ലില്ലാത്ത അങ്ങനെ നമ്മളിപ്പോൾ പരുത്തുംപാറ എത്തി. പരുത്തുംപാറയിലെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ബായ്.